വയനാട് ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു മായാത്ത ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. വളരെ ദുഃഖകരമായ സംഭവം. മണ്ണിനടിയിൽ എത്ര പേര് ഇപ്പോഴും കിടക്കുന്നു എന്ന് നമുക്കറിയില്ല. ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു, ആയിരങ്ങൾ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ വേണം. അതിന് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കും. അതായത് ബീഹാറിന് കൊടുത്തല്ലോ, വലിയ എമൗണ്ട് അല്ലേ, തുകയല്ലേ കൊടുത്തത്. ആന്ധ്രയ്ക്ക് കൊടുത്തു. പക്ഷേ ഇവിടെ ഈ തമിഴ്നാടിന് കൊടുത്തു. എന്നാൽ കേരളത്തിനൊന്നും കൊടുക്കുന്നില്ല. അതെന്താ കാര്യം? കേരളത്തിന് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ അവർക്ക് പറയാനുള്ള ഒരു മാർഗം അവർ നോക്കിയിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു മാർഗം കിട്ടണമെന്ന്. കാരണം കേരളത്തിന് പൈസ കൊടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല, തരാൻ താല്പര്യമില്ല. കാരണം കേരളം ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പെരുമാറുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ചുറ്റി കണ്ട് എല്ലാം പോയി, കരഞ്ഞു, കെട്ടിപ്പിടിച്ചു ഒക്കെ അങ്ങ് പോയില്ലേ. ആ കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ, പൈസ ഇല്ല. ഇനി അത് കൊടുക്കാതിരിക്കാൻ അവർക്ക് ഒരു കാരണം പറയാം. കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നശിപ്പിക്കുക പൈസ മുഴുവൻ. ഇവിടെ കേരളീയവും നവകേരള സദസ്സും അത് ഇതുമൊക്കെ നടത്താനായിട്ട് ഉള്ള തോന്നിവാസത്തിന് പൈസ മുഴുവൻ എടുത്ത് ചിലവാക്കും. പിന്നെ അത് ശരിയായ രീതിയിൽ പോവുകയല്ല. ഒന്ന് ഇനി എന്ന് അവർക്ക് പറയാം. അവർക്ക് പറയാവുന്ന മാർഗങ്ങളായിരുന്നു, ആ കാര്യമായിരുന്നു. അതിനോടൊപ്പം ഒരു പണിയും കൂടെ ചെയ്തു കൊടുത്തു. ഉള്ള കള്ളക്കണക്ക് മുഴുവൻ എഴുതി പേരിപ്പിച്ച് കാണിച്ച് റെഡിയാക്കി അങ്ങ് കൊടുത്തു. അത് മാധ്യമങ്ങൾ അത് എടുത്ത് അതുപോലെ അങ്ങ് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മാധ്യമങ്ങളുടെ മുകളിലായി കുതിരകയറ്റം. മാധ്യമങ്ങൾ ചെയ്തത് ശരിയല്ല, മാധ്യമ ധർമ്മമല്ല, ഇത് കണക്ക് പെരുപ്പിച്ച് കാണിച്ചൊന്നുമല്ല, ചെലവായ പണത്തിൻ്റെതല്ല, ചെലവാകാൻ പോകുന്ന പണത്തിൻ്റെയാണ്. ഇതൊക്കെ ആരെടുത്താ ഇതൊക്കെ പറയുന്നത്? ഒരു മൃതദേഹം സംസ്കരിച്ചതിന് എഴുതി കണക്ക് വരുമ്പോൾ 75,000 രൂപയാണ് ഒരു മൃതദേഹം സംസ്കരിച്ചതിന്. ഇനി അതിലെ കാര്യം എന്താണെന്നറിയോ? ഏതാണ്ടൊരു 149 മൃതദേഹങ്ങളോളം അതിൽ സംസ്കരിച്ചേക്കുന്നത് ജമാഅത്തുകാർ, മുസ്ലിം ജമാഅത്തുകൾ അത് അടക്കിയിട്ടുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ CSIക്കാർ കുറേ എണ്ണം, സേവാഭാരതി ഏതാണ്ട് 50ഓളം മൃതദേഹങ്ങൾ സംസ്കരിച്ച ഇതിനൊന്നും അവരാരും പൈസ വാങ്ങിയിട്ടില്ല. അപ്പൊ അതിന് എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ഏതാണ്ട് 359 347 എന്നാണ് ഒരു കണക്ക് പറഞ്ഞു. ആ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ഒരെണ്ണത്തിന് കണക്ക് 75,000 രൂപ വെച്ച് വരും. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് കള്ളക്കണക്കാണെന്ന്, ഇത് ഉണ്ടാകാൻ പോകുന്ന ചിലവാണ്. ഉണ്ടാകാൻ പോകുന്ന ചിലവ് എങ്ങനെയാ? മൃതദേഹം സംസ്കരിക്കുമ്പോൾ അല്ലേ ചിലവ് വരേണ്ടത്? അതിനി ഉണ്ടാകാൻ പോകുന്ന പ്രതീക്ഷിക്കുന്ന ചിലവെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതുപോലുള്ള കള്ളക്കണക്ക് മുഴുവൻ എഴുതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ, ഇതിനൊക്കെ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക്, ഞാൻ പറഞ്ഞില്ലേ, കയറാനിരിക്കുന്ന കുരങ്ങിന് ഏണിയായിരിക്കും. കുരങ്ങ് എങ്ങനെയായാലും കയറും, അതിന് ഏണിയും കൂടെ ചാരി കൊടുത്താലോ എന്ന് പറഞ്ഞതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. കാരണം അവര് എങ്ങനെ ഇത് ഡിനേ ചെയ്യാം എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇത് അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുക്കുന്നത് ഈ പണി. ഇത് അവർക്ക് പറയാം, ഇത് മുഴുവൻ കള്ളക്കണക്കാണ്, ഇതേപോലെ പെരിപ്പിച്ച കണക്കാണ്, ഇതുകൊണ്ട് ഇനി ശരിയായ കണക്ക് കൊണ്ടുപോവാ. ഈ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്നതല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിന് കിട്ടാനൊക്കെ പോകാത്തതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാ എന്ന് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാ, ഇത് കണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയായിരുന്നു. അത് അല്ലെന്നുണ്ടെങ്കിൽ ശരിയായ കണക്ക് എഴുതി അങ്ങോട്ട് കൊടുക്കാം. ഇന്നതുണ്ട്. ഇവിടെ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഉണ്ടല്ലോ, അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിലും ഒക്കെ, ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ അവർ ഭക്ഷണം ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്തു. അതിനൊക്കെ ചിലവ് എഴുതി ചോദിച്ചേക്കുന്നതൊക്കെ 10 കോടിയും 15 കോടിയും രൂപയൊക്കെ എഴുതി ചോദിച്ചേക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന ഉടനെ ഈ ചിലവാക്കി കഴിഞ്ഞ പണത്തിൻ്റെയാണ് ഈ കണക്ക് കൊടുത്തത്. എന്നിട്ട് പറയാ അത് എക്സ്പെക്ട് ചെയ്തേക്കുന്ന കണക്കാണെന്ന്. ഏതാണ്ടൊക്കെ അതായത് ദുരിതാശ്വാസത്തിന് വേണ്ടി തരുന്ന കാശിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് ചോദിക്കാൻ പറ്റൂ. അതുകൊണ്ട് വേറെ കാര്യത്തിനൊക്കെ ചോദിച്ചതാണ്. എന്തോ ഈ പറയുന്നവർക്ക് അല്പമെങ്കിലും ബോധം വേണ്ടേ? ഈ പറയുന്നവര് ഇതിനകത്തൊക്കെ ഇതിൻ്റെ എന്താ പറയാനുള്ളതിന് മറുപടി ഒന്നുമില്ല. അവസാനം ഇതിപ്പോൾ ഒന്നും കിട്ടാതാവും. അതാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ കിട്ടും. കാരണം അത് ഇതുപോലുള്ള കണക്ക് എഴുതി അങ്ങോട്ട് കൊടുത്ത്, ഇതൊക്കെ ഈ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചതിച്ചതാണ്. അതിന് സംശയമൊന്നുമില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ചിന്തയിലൊന്നും ഉണ്ടായ കാര്യമല്ല ഈ എഴുതി കൊടുത്തൊന്നും. ഇതും ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ അറിയുന്ന കാര്യം പോലുമല്ല യഥാർത്ഥത്തിൽ. ചുമ്മാ കണക്കെഴുതി അങ്ങോട്ട് കൊടുത്തു, റെഡിയാക്കി ശരിയാക്കി, കണക്ക് തോന്നിവാസം പോലെ എഴുതിയും കൊടുത്തു. സംസ്കാരം ഒരു മൃതദേഹം, അതിന് 75,000 രൂപ വെച്ച് ഇത്ര. ഈ രീതിയിൽ അങ്ങോട്ട് പോകുമ്പോൾ
ഇത് അവരെ ഡിനൈ ചെയ്യത്തില്ലേ? ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതിനകത്ത്. ഇപ്പം ഇത് ഹൈക്കോടതി ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് മാനദണ്ഡം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ മറുപടി പറയട്ടെ. അതായത് ഈ തുക ക്ലെയിം ചെയ്തത് ഓൺ വാട്ട് ബേസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറഞ്ഞു നോക്കുള്ളൂ. ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് അതിനകത്ത് വളരെ നിർണായകമാണ്, ഒരു സംശയമില്ല. കാരണം അതിന് കണക്ക് പറഞ്ഞു നോക്കും. അവിടെ ഇവിടെ ചുമ്മാതെ ഈ ജനങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പത്രസമ്മേളനത്തിനകത്ത് പൊട്ടിച്ചിരിച്ചോണ്ട് അങ്ങനെ ഇങ്ങനെയാന്ന് പറയുന്ന പോലെ അല്ല. അവിടെ മറുപടി പറയണം. ഇതെങ്ങനെ ചോദിച്ചു, എന്താണ് ചോദിച്ചത്, അത് ഉണ്ടാകാൻ പോകുന്ന കണക്ക്, ഉണ്ടാകാൻ പോകുന്നതാണോ ശവസംസ്കാരം നടത്തിയത്? കഴിഞ്ഞതല്ലേ, അത് ഉണ്ടാകാൻ പോകുന്നതല്ലോ. ആഹാരം കൊടുത്തത് എന്ന് പറയുന്നു, അതും കഴിഞ്ഞതല്ലേ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചത്. അത് കള്ളമെഴുതിയതല്ല, മാധ്യമങ്ങളെല്ലാം കൂടെ അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, മാധ്യമങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. ഇത് ജനം അറിയാൻ മാർഗം ഉണ്ടായത് മാധ്യമങ്ങൾ വഴിയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണെന്ന്. അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്ന മാത്രം മതിയോ? അത് തരാൻ വയ്യാതാക്കിയതാണ് ഇവിടെ. അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് ഒരുപാട് പേര് വളരെ ഉപദേശങ്ങൾ കൊടുക്കുമല്ലോ. ഈ ഉപദേശികളാണ് അദ്ദേഹത്തിനെ ചതിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അങ്ങനെ സംഭവിച്ചേക്കുന്നതാണ്. ഇത് ആരുടെ ഭാഗത്താണ് ഇതിൻ്റെ പിഴവെന്ന് കണ്ടിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി അവരുടെ പേരിൽ നടപടിയെടുക്കണം, ഈ തോന്നിവാസം കാണിച്ചതിന്. അല്ലാതെ ഇതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. വീടിനടുത്ത് കിടന്ന് ഉരുളാതെ എഴുന്നേറ്റ് പോകാൻ നോക്കണം, അതാണ് വേണ്ടത്. അതിന് പകരം അവിടെ കിടന്ന് ഉരുളുകയാണ് വീണ്ടും ചെളിക്കുണ്ടിൽ. അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തോന്നിവാസനൊക്കെ അദ്ദേഹം മറുപടി പറയുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, ബുദ്ധിമുട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക്. ഇതിങ്ങനെ സഹിക്കരുത് മുഖ്യമന്ത്രി. ഇതിന് നടപടി വേണം.